മലയാളികളുടെ സിനിമാ സംസ്കാരത്തെ പാകപ്പെടുത്തിയ മലയാളം സിനിമയെ ലോക സിനിമാ ഭൂപടത്തിലെത്തിച്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 30ാം പതിപ്പിലെ 6ാം ദിന കാഴ്ചകൾ കാണാം. ഷോ മിയാക്കി സംവിധാനം ചെയ്ത ജാപ്പനീസ് ചിത്രമാണ് 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ്. 2 ഋതുക്കൾക്കിടയിലൂടെ ഒരു തിരക്കഥാകൃത്തിന്റെ വൈകാരികമായ പ്രയാണം ഈ സിനിമയിൽ ചർച്ചയാകുന്നു. മൂവി ശരിക്കും കുറച്ച് എന്താ പറയാ, ഭയങ്കര മെഡിറ്റേറ്റീവ് ആണ് അതിന്റെ അപ്രോച്ചും പ്രസന്റേഷനും ഒക്കെ. തുടക്കം മുതൽ അവസാനം വരെ വളരെയധികം വിഷ്വലി ഫ്രെയിമിംഗ് ആണെങ്കിലും അതെ, ഇമേജറി ആണെങ്കിലും അതെ, അതിൽ കൂടെ തന്നെ അതായത് നമ്മൾ ഡയലോഗ്സ് വഴി ഒന്നും പറയാതെ അതിൽ കൂടെ തന്നെ കുറെ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് ചിലപ്പോൾ അത് ഭയങ്കര സ്ലോ ആണ് എന്ന് തോന്നാം, പക്ഷെ എങ്കിലും അതിന്റെ ആ ഒരു ഫിലിമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതാണ്. സോ ആ ഒരു രീതിയിൽ ആ ഫിലിം നല്ലോണം എടുത്തിട്ടുണ്ട്. അതൊരു വിഷ്വൽ മൂവിയായിരുന്നു. എല്ലാ സെൻസസും 2 സീസണിൽ 2 സ്ട്രേഞ്ചേഴ്സ്, ഏതൊക്കെ തരം കാലാവസ്ഥയിൽ, വിന്ററും സമ്മറും. അത് നമുക്ക് വിഷ്വലി ആണ് കൂടുതൽ. വലിയ സ്റ്റോറി ഒന്നുമില്ല, പക്ഷെ വിഷ്വലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലിം. നെയിം സജസ്റ്റ് ചെയ്തൊരു 2 സ്ട്രേഞ്ചേഴ്സിന്റെ ഒരു ഇന്ററാക്ഷൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒക്കെ ആയപ്പോഴായിരിക്കും കുറച്ചുകൂടി നമ്മൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് വന്നത്, ആ ഒരു ഇന്ററാക്ഷൻസും കാര്യങ്ങളും ഒക്കെ. ഓവറോൾ ആക്ടിങ്ങിനെക്കാട്ടും ഈ സിനിമയുടെ ഹൈലൈറ്റ് മെയിൻലി സിനിമാറ്റോഗ്രഫി ആയിരുന്നു. It was amazing. I loved it a lot. It was all of the plans were beautiful. Like every plan could really be just only a picture itself. I loved it. Yeah. It was like just the aesthetic was amazing. 1993 നൈജീരിയൻ തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധി കാരണം ഒരു പിതാവിന് തന്റെ ചെറുമക്കളിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരു യാത്ര പോകേണ്ടി വരുന്നു. ഈ കഥയെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് മൈ ഫാദേഴ്സ് ഷാഡോ. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ, ഷിക്കാഗോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി ഫെസ്റ്റിവലുകളിൽ സ്പെഷ്യൽ ജൂറി മെൻഷനും അവാർഡുകളും കരസ്ഥമാക്കിയ ചിത്രമാണ് സൗണ്ട് ഓഫ് ഫാളിംഗ്. ഈ ചിത്രത്തിൽ 4 ചെറുപ്പക്കാരായ യുവതികളുടെ കഥ പറയുന്നു. സ്വപ്നം കാണാൻ മറന്നുപോകുന്ന ഒരു ലോകം. ഈ ലോകത്ത് ഒരു സ്ത്രീ ഒരു രാക്ഷസന്റെ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുന്നു. ബൈഗൻ സംവിധാനം ചെയ്ത റിസറക്ഷൻ എന്ന ചിത്രം ഈ കഥയെ ആസ്പദമാക്കിയുള്ളതാണ്. ഇറാനിയൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ കഷ്ടപ്പെടുന്ന ദമ്പതികൾ. ഇവർ പിന്നീട് ഒരു കുഞ്ഞിനെ സാങ്കല്പികമായി വളർത്തുന്നു. ഈ കഥ പറയുന്ന ചിത്രമാണ് ദ ഡോട്ടർ. നല്ലായിരുന്നു. അതായത് ഒരു കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ ഒരു ഇല്യൂഷനിലേക്ക് പോയി ഒരു കുട്ടി ഉണ്ടെന്ന് സ്വയം അഭിനയിച്ച് അങ്ങനെ അവരുടെ ജീവിതം ഒരു എന്താ പറയാ, ഒരു മായക്കാഴ്ചയിൽ ജീവിക്കുന്ന പോലത്തെ ഒരു സിനിമയാണ്. നമുക്ക് വളരെ എന്താ പറയാ, സമകാലിക ലോകത്ത് വളരെ സാധ്യതകളുള്ള ഒരു ഇതാണ്. മറ്റു ഭാഷകളിലാണെങ്കിലും എടുത്താൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു തീമാണ്. ഒരു വനിതാ സംവിധായികയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നല്ലതായിരുന്നു. ഇതിൽ ആദ്യം ഈ ഡോട്ടർ എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ കാണുന്നില്ലല്ലോ, അപ്പൊ അതൊക്കെ കണക്ട് ആയോ? അത് ഏകദേശം കണക്ട് ആയിട്ടുണ്ട്. അതിൽ ഡെപിക്റ്റ് ചെയ്യുന്നത് ആ ഒരു ദാമ്പത്യത്തിന്റെ ഒരു വശം കൂടിയുണ്ട്. അതിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു കണക്ഷനായിട്ടാണ് ഈ ഒരു സംഭവം അവതരിപ്പിച്ചിട്ടുള്ളത്. മേക്കിങ്ങിൽ വലിയ ഒരു പ്രോഗ്രസ് ഒന്നും കാണിച്ചിട്ടില്ല, എന്നാലും ഒരു അത്യാവശ്യം ഒരു ആവറേജ് മൂവി എന്നുള്ള രീതിയിൽ ഇത് കണക്കാക്കാൻ പറ്റും. ബുസൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡുകൾ കരസ്ഥമാക്കി നമ്മുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ് വിനോദ് കാപ്രി സംവിധാനം ചെയ്ത പയർ. ഹിമാലയത്തിന്റെ ഒരു ഉൾപ്രദേശത്ത് വൃദ്ധ ദമ്പതികളായ പദമും തുളസിയും ഏകാന്ത ജീവിതം നയിച്ചു വരികയാണ്. ഒരിക്കൽ സജീവമായിരുന്ന അവരുടെ ഗ്രാമത്തിൽ നിന്ന് മിക്കവരും നഗരങ്ങളിലേക്ക് കുടിയേറി. ശൂന്യമായ ഗ്രാമത്തിൽ തങ്ങളുടെ അന്ത്യകർമ്മങ്ങൾക്ക് പോലും ആരും ഉണ്ടാവില്ലെന്ന ഭീതി അവരെ നിരന്തരം അലട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ 30 വർഷമായി ഒരു വിവരവുമില്ലാതിരുന്ന മകനിൽ നിന്ന് ഒരു കത്ത് ദമ്പതികളെ തേടിയെത്തുന്നു. ഇതവർക്ക് പ്രതീക്ഷ നൽകുന്നു. Fire movie, it was a really long movie but a very rich movie. കാരണം it's about all of these mountain people and how they live and about, I think അന്ന് ഡയറക്ടർ പറഞ്ഞ 84 അത്ര 80-year-old ഒരു കപ്പിളുടെ സ്റ്റോറിയാണ്. വാസ് ആക്ടിങ് ആൻഡ്
അവരുടെ പ്രോബ്ലംസ് ഒക്കെ സോ റിയൽ ബട്ട് അറ്റ് ദ സെയിം ടൈം ഹൗ ദേ ഓവർകമ്മിങ് ആൻഡ് നല്ല ലെങ്ത് ഉണ്ടെങ്കിലും പേസ് നല്ല സ്ലോ ആണെങ്കിലും ഇറ്റ് ക്യാപ്ചേഴ്സ് ദി ഓഡിയൻസ് ഓർ അറ്റ്ലീസ്റ്റ് മീ ഇറ്റ് ക്യാപ്ചേർഡ് മീ ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ്. ബ്യൂട്ടിഫുൾ മൂവി. വളരെ നല്ല ഫിലിമായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നേ. ഒരു ഇന്ത്യൻ ഫിലിം വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ ഈ ഇതിൽ. അപ്പോൾ ഒരു ഇന്ത്യൻ ഫിലിം ഏതെങ്കിലും കാണണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്തതാണ്. കൈലഡോസ്കോപ്പ് വിഭാഗത്തിലുള്ള സിനിമയാണ്. അപ്പോൾ എടുത്തു പറയേണ്ടത് അതിൻ്റെ വിഷ്വൽ ഒരു ഇത് തന്നെയാണ്. ഭയങ്കര ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു സിനിമ മൊത്തം. ഉത്തരാഖണ്ഡിൻ്റെ ഹില്ലി ഏരിയയൊക്കെ കവർ ചെയ്യുന്ന ഒരു നല്ല കാണാൻ നല്ല രസമുള്ള കുറേ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന 2 അഭിനേതാക്കൾ നല്ല പ്രായം ചെന്ന 2 പേരാണ്. അത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അവരുടെ അഭിനയം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹിമാലയ മലനിരകളൊക്കെ കാണിച്ച് നമ്മളെ കൊതിപ്പിച്ച് അവസാനം കരയിപ്പിച്ച് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹില്ലി ടെറൈനിലുള്ള ഹാർഷ് റിയാലിറ്റീസും അവരുടെ ജീവിതത്തിന്റെ ഒരു ശരിക്കുമുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്ന ഒരു ആൻഡ് ദി ആക്ടേഴ്സ് ദി ഇമോഷണൽ കണ്ടന്റ് ഒക്കെ ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ്. ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് വിച്ച് യു ഹാവ് ടു ഹാവ് ഇൻ തിയേറ്റേഴ്സ് ഇറ്റ്സെൽഫ്. 1937 സ്റ്റാൻലിൻ ഭരണകാലത്ത് ആ വ്യവസ്ഥിതിയെ പൊളിച്ചടക്കാൻ പുറപ്പെടുന്ന ഒരു പ്രോസിക്യൂട്ടറുടെ കഥ പറയുന്ന ചിത്രമാണ് 2 പ്രോസിക്യൂട്ടേഴ്സ്. അരുൺ വർദ്ധൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഓക്ക് എന്ന ചിത്രം ഒരു തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന 2 സഹോദരിമാരുടെ കഥ പറയുന്നു. തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന പരസ്പരം മല്ലടിച്ച് കഴിയുന്ന 2 സഹോദരിമാരുടെ കഥ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും സ്വയം തകർക്കുന്ന പ്രവണതകളും ഷീലയുടെ ജീവിതം സങ്കീർണമാക്കുന്നു. ലഹരിക്കടിമയായ വിചിത്ര സ്വഭാവക്കാരിയായ നീതു പുറമേ കലഹിക്കുന്നെങ്കിലും ആന്തരികമായി തകർന്ന വ്യക്തിയാണ്. ഈ കഥയിലെ ടൈം ലൂപ്പ് അവർ അകപ്പെട്ട വൈകാരിക ബന്ധനത്തിന്റെ രൂപകമായി മാറുന്നു. തിയേറ്ററേഷൻ വളരെ പോസിറ്റീവായിരുന്നു. ഇതെൻ്റെ ഡെബ്യൂ മൂവിയാണ്. ആൻഡ് IFKയിലാണ് ഇത് ആദ്യമായിട്ട് പ്രീമിയർ ചെയ്യണത്. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ് റിയാക്ഷനും അവരുടെ ഫീഡ്ബാക്കൊക്കെ കിട്ടുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഈ ഒരു സ്റ്റോറിയിലേക്ക് എത്താനായിട്ടുള്ള റീസൺ എന്തായിരുന്നു? ഒരു 4 വർഷം മുമ്പ് എഴുതിയാണ്. കോവിഡിൻ്റെ സമയത്താണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിങ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ മോഡേൺ ടൈംസിലെ ലോൺലിനെസ്, ഏലിനേഷൻ അങ്ങനത്തെ ഒരു തീമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗം. അപ്പോൾ അതിനെക്കുറിച്ച് വേണ്ട റിസർച്ചുകൾ ചെയ്ത് ഈ 2 സിസ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയിലൂടെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ബ്രോക്കൺ ചൈൽഡ്ഹുഡിനെ അവരെങ്ങനെ കോപ്പി ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാൾ ഈസ് ലൈക്ക് സെർച്ചിങ് ഫോർ കണക്ഷൻസ്. രണ്ടാമത്തെ ആൾ ഈസ് ഒരു മാസ്ക്രൈഡ് വെച്ച് വൾണറബിലിറ്റീനെ ഹൈഡ് ചെയ്യാൻ നോക്കുന്ന ഒരു സിസ്റ്റർ. അപ്പോൾ അവർ 2 പേരും ലൈഫിനെ അൺട്രാവൽ ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ്. ബേസിക്കലി ഒരു ക്യാരക്ടർ ഡ്രിവൺ സ്റ്റോറി ടെല്ലിംഗ് ആണ്. കുഴപ്പമില്ല, നല്ല പടമാണ്. ടൈം ലൂപ്പ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പടമാണ്. 2.5 മണിക്കൂറുണ്ട്. ഒക്കെ തമാശയൊക്കെ ചേർന്ന് ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു പടമാണ്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നി എല്ലാവർക്കും. ആ ഒരു കണ്ടന്റ് അങ്ങനെയാണ് ബേസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓൾറെഡി കുറച്ച് ആൾക്കാർ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോകുന്നുണ്ടായി. എനിക്കും അത്ര ഇറിറ്റേറ്റഡ് വന്നു. പക്ഷെ അത് ആ ഇറിറ്റേഷൻ ആവണമാണ് ആ മൂവിയുടെ ആ ഒരു അത്രയും നേരമുള്ള ആ സ്പേസ് കവർ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വാഷ്റൂമിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വന്നിരുന്നപ്പോൾ ഹുക്കപ്പ് ആയി പടം. അതായത് കണക്ട് ആയി, ഭയങ്കരമായിട്ട് കണക്ട് ആയി പോയി. ആ പോയതുകൊണ്ടാണ് അതൊരു ഇന്റർവൽ ബ്രേക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ആ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പടം ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് പോയി. മുന്നോട്ട് തന്നെ മീൻസ് ഒരു ഫണ്ണി എലമെന്റ്സ് കൂടുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യമൊക്കെ ശരിക്കും എല്ലാവർക്കും ഇറിറ്റേറ്റഡും വെറുതെ ഈഗോ അടിച്ചിട്ടുള്ളവരാണ് ഫുള്ളായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു 2 പേർ, അതായത് നടന്ന കാര്യങ്ങൾ മറ്റേ 24 കാണിക്കണ പോലെ നമുക്ക് ടൈം ലാപ്സ് ടൈം ആ പരിപാടി കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതുപോലെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്ത പോലെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ബെറ്റർ റിലീഫിലേക്ക് വരുന്നുണ്ട് പടം. ആ 2 സിസ്റ്റേഴ്സ് തമ്മിലുള്ളൊരു കൊളാബറേഷൻ ഉണ്ട്. അത് അവരുടെ ആ ലവ് ആയിട്ട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ടോട്ടലി അവസാനമായപ്പോൾ ഒരു ഹാപ്പിനെസ്സിലേക്ക് തന്നെ പടം വന്നത് എനിക്ക് ശരിക്കും വർത്തായിട്ട് തോന്നി. നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അതൊരു എല്ലാ ഓഡിയൻസിനും കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ല. എന്നാൽ മാക്സിമം ഓഡിയൻസിന് കണക്ട് ചെയ്ത് പോണതാണ്. ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫിന്റെ കുറെ അത് അവരുടെ കോസ്റ്റ്യൂംസിലായാലും ആർട്ട് ടീമും അത് കൺവേ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കൂടുതലുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആകെ കുറഞ്ഞ കഥാപാത്രങ്ങളേ ഉള്ളൂ. ഒരു 6-7 പേരേ ഉള്ളൂ. അത് വെച്ച് തന്നെ 2.5 മണിക്കൂറിൽ വലിയ പ്രശ്നമില്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. തന്റെ ഭാര്യ മരിച്ചെന്ന വിഷാദത്തിൽ കഴിയുന്ന ഒരു വ്യക്തി
വീട്ടിലെ വാക്വം ക്ലീനറിൽ ഭാര്യയുടെ ആത്മാവ് പ്രവേശിച്ചെന്ന് മനസ്സിലാക്കുന്നു. തന്റെ ജീവിതത്തിൽ പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നു. ഈ കഥ പറയുന്ന ചിത്രമാണ് രച്ചബൂൻ വൂൻവൂൻ ചെച്ചോക് സംവിധാനം ചെയ്ത എ യൂസ്ഫുൾ ഗോസ്റ്റ്. ഫ്രാൻസോ ഒസോൺ സംവിധാനം ചെയ്ത ഫ്രഞ്ച് ചിത്രമാണ് ദ സ്ട്രേഞ്ചർ. 1938 ഒരു യുവാവിന്റെ അമ്മയുടെ മരണവും അതിനുശേഷം ആ യുവാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്. റോഹൻ പരശുറാം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മറാഠി ചിത്രമാണ് സബർബോണ്ട. വൺ ലൈൻ വായിക്കുമ്പോൾ തന്നെ ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് സിനിമയുടെ കോണ്ടന്റും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എൻഗ്രോസിങ് ആണ്, കാരണം പ്രധാനമായിട്ടും നല്ല ആക്ടിങ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ബോറൊന്നും അടിക്കുന്നില്ല. കുറച്ച് സ്ലോ പേസിലാണ് പടം പോകുന്നത്, ബട്ട് ബോറൊന്നും അടിക്കുന്നില്ല. അത് ആക്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എൻഗ്രോസിങ് ആയിട്ട് തോന്നി. നല്ല പടമായിരുന്നു ആക്ച്വലി. ഡോക്ടർ ബിജു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പാപ്പാബുക്ക. 2ാം ലോക മഹായുദ്ധത്തെ പറ്റിയുള്ള കഥയാണ് ഈ ചിത്രം സംസാരിക്കുന്നത്. യോഗോസ് ലാത്തിമോസ് സംവിധാനം ചെയ്ത ബുഗോണിയ ഒരു ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. ബുഗോണിയയുടെ ഒരു ബേസിക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂമൻ എവല്യൂഷൻ ആണ്. സോ ദിസ് മൂവി ഈസ് ബേസിക്കലി എ ടെസ്റ്റ്മെന്റ് ടു ഹൗ ഹ്യൂമൻസ് ആർ വൺ ഓഫ് ദ വേർസ്റ്റ് ഇവോൾവിംഗ് ക്രീച്ചേഴ്സ്. സോ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, സച്ച് ആസ് ഒരു ആക്ടിവിസം എന്ന് പറഞ്ഞ ഒരു തിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് വാല്യൂസ് ഒരുപാടുണ്ട്. ഇൻ ജനറൽ ഒരു ഹ്യൂമൻ ഡിപ്പിക്ഷൻ, ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു ബ്രേക്കിംഗ്, പിന്നെ എങ്ങനെ ഒരാളുടെ മെന്റൽ ബ്രേക്ക് ഡൗൺ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ലോട്ട് ഓഫ് തിങ്സ് ഹാസ് ബിൻ ഡിസ്കസ്ഡ്. ആൻഡ് ഐ തിങ്ക് അൾട്ടിമേറ്റ്ലി ആ മൂവി എൻഡ് ചെയ്യുന്നത് തന്നെ ഈ എവല്യൂഷൻ ഫെയിൽ ആയെന്നുള്ള രീതിയിലാണ്. ദാറ്റ്സ് മൈ ഇന്റർപ്രിട്ടേഷൻ. ഐ തിങ്ക് ബുഗോണിയ പോലത്തെ മൂവീസിന് ഒരു സർട്ടൺ നാരറ്റീവ് ഇല്ല. ഇറ്റ്സ് അപ് ടു ദ ഓഡിയൻസ് ദാറ്റ് ഡിസൈഡ് വിച്ച് വേ ദേ വോണ്ട് ടു തിങ്ക്. ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ഞാൻ ആക്ച്വലി ഈ ഒരു കൊളാബറേഷൻ, യോർഗോസിൻ്റെയും എം എസ് സ്റ്റോണിൻ്റെ കൊളാബറേഷൻ സിൻസ് ഫേവറേറ്റ് മുതൽ ഐ എം എ ഫാൻ. ആൻഡ് പൂർ തിങ്സ് ആണ് അവരുടെ മാസ്റ്റർ പീസ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഈ മൂവിയിൽ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി യോർഗോസിൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ദിസ് ഈസ് എ റീമേക്ക് ആണ്. സോ 2003 ഒരു സൗത്ത് കൊറിയൻ മൂവീൻ്റെ റീമേക്ക് ആണ്. സോ ആ ഒറിജിനൽ മൂവീനെ എങ്ങനെയാണ് 20 years ലേറ്റർ എങ്ങനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു എന്ന് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും, പിന്നെ ഇതിനകത്ത് എം എസ് സ്റ്റോൺ ഉണ്ടെന്നുള്ളതും ഒരു മേജർ ഫാക്ടറാണ്. ആൻഡ് ജെസ്സി പ്ലെമൻസിൻ്റെ ഫാൻ ആയതുകൊണ്ട് ആ എക്സൈറ്റ്മെൻറ്റോടെയാണ് കയറിയത്. ആൻഡ് ഇറ്റ് ഡിഡ് നോട്ട് ഡിസപ്പോയിൻറ്റ്. ഐ തിങ്ക് 21st century വളരെയധികം പ്രസക്തമായിട്ടുള്ള വളരെ പ്രോമിനൻസ് ഉള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഡെലിബറേറ്റ്ലി അല്ലാണ്ട് തന്നെ ദേ ഹാവ് ആഡഡ് എ ലോട്ട് ഓഫ് ഹ്യൂമർ ഇൻ ഇറ്റ്, ആൻഡ് ഇറ്റ് ജസ്റ്റ് സോ ഹാപ്പൻസ് ടു ബി വെരി മച്ച് സൂത്തിങ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഇതിൻ്റെ തീം കിഡ്നാപ്പിംഗ് ആണ്. യു മൈറ്റ് ബി നോയിങ് ഇറ്റ്സ് എൻ ഒബ്സസീവ്, ബട്ട് ഒരു കിഡ്നാപ്പിംഗ് തീം, എസ്പെഷ്യലി ഒരു 45-year-old വുമണിനെ കിഡ്നാപ്പിംഗിൻ്റെ അകത്ത് എങ്ങനെ ഹ്യൂമർ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വസ്റ്റനബിൾ, ബട്ട് ഇറ്റ് ഡിഡ് വർക്ക്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ വെരി പോസിറ്റീവ് പാർട്ട്. ലുഗോണിയ എം എസ് സ്റ്റോണിന്റെ പെർഫോമൻസ് കുറെ അടുത്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കോമഡി ആയിരുന്നു, ഇഷ്ടമായി. പക്ഷേ ആളുടെ ഡയറക്ടറിന്റെ വേറെ ചില പടങ്ങളുടെ അത്ര വർക്കായിട്ടില്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ നന്നായിരുന്നു. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ മിശ്ര അഭിപ്രായമാണ് പല ചിത്രത്തിനും ലഭിച്ചിട്ടുള്ളത്. സിനിമകളും സിനിമാ വിശേഷങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.